പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ വൺസ് ഉണ്ടാക്കുള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ വീട് ഉണ്ടാക്കും. അത് അതെ, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് പ്രധാനമായിട്ടും പിന്നെ നമ്മളെ ഇതിന് മുമ്പേ ചെയ്തിരുന്ന അലുമിനിയം ചെയ്തിരുന്നത്. അപ്പൊ അതില് സിങ്ക് ആവുമ്പോൾ കുറെ ഈ ചെതല് പിടിക്കില്ല, പിന്നെ പല്ലി, പാറ്റ അങ്ങനെയുള്ളത് അങ്ങനെയൊക്കെ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഇത് എവിടെ കിട്ടും തന്നെ. നമ്മൾക്ക് ഉള്ളിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുള്ളത് കാലിക്കറ്റുള്ള ബത്ത് ലിവിങ്ങിലാണ്. ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഹോം ടൂർ വീഡിയോ, കിച്ചൺ ടൂർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കിച്ചൺ കബോർഡ്, വാർഡ്രോബ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ടാണ് കബോർഡ്, വാർഡ്രോബ്, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻറ്റീരിയറും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും വരുന്നത് സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ്. ഓക്കെ, ഇതിൽ നമ്മൾ വരുന്നത് ഇത് കളേർഡ് ആയിട്ട് കാണുന്നത് നമ്മുടെ സ്റ്റീലിന്റെ മുകളിൽ അപ്പോക്സി കോട്ടഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതൊരു പുൾ ഔട്ട് യൂണിറ്റ് ആണ്. നമ്മൾ പുറമേ അപ്പോക്സി ആയിട്ട് ചെയ്താണ്. ഇത് വരുന്നത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ്. ഇത് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും, പിന്നെ കിച്ചൺ, അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇന്റീരിയേഴ്സും വരുന്നുണ്ട്. ഈവൻ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ വാർഡ്രോബ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോട്ട്, സ്റ്റഡി ടേബിൾ, പിന്നെ TV കൺസോൾ യൂണിറ്റ്, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 15 days കൊണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആവും. അതായത് ഒരു 6 വേരിയന്റ് ഷെയ്ഡ്സിൽ നമുക്ക് കൊറിയൻ ടോപ്പ് അങ്ങനെ പലവിധ ഷെയ്ഡ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വരുന്നത് എല്ലാം ഉള്ളിൽ വരുന്ന ഹിഞ്ചസ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് SS 304 ഗ്രേഡിലാണ് നമുക്ക് വരുന്നത്. പിന്നെ കളേഴ്സ് നമുക്ക് ഓൾറെഡി വരുന്നത് നമുക്കൊരു 40+ കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഈവൻ മാറ്റി, ഗ്ലോസി, അതല്ല. അപ്പോൾ കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ച് ഏതാണ് വേണ്ടത്, ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണോ, സ്റ്റീൽ അപ്പോക്സി വേണോ, ഏത് രീതിയിൽ കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ മോഡൽസ് കാണുന്നുണ്ടോ, ഇതിപ്പോൾ എല്ലാം ഒരു ഹാൻഡിൽ ടൈപ്പ് മോഡലാണ് വരുന്നത് എല്ലാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ അല്ലാതെ ഹാൻഡിൽ ലെസ് വേണമെങ്കിൽ ഹാൻഡിൽ ലെസ് മോഡൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയത് ഹാൻഡിൽ ടൈപ്പ് മോഡൽസ് ആണ് ഇപ്പോൾ കിച്ചണിൽ നമ്മൾ നോക്കിയത്. ഇപ്പൊ ഇതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേറൊരു ടൈപ്പ് മോഡൽസ് കാണാം. അതായത് ഹാൻഡിൽലെസ് ആയിട്ട്, നമുക്ക് ഹാൻഡിൽഡ് ആയിട്ടുള്ള പ്രൊജക്ടൻസ് ഇല്ല. നമുക്ക് ഓൾറെഡി വരുന്നത് ഒരു സ്പേസ് ആണ്, ഭംഗിയുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഓൾറെഡി ഓരോന്ന് വരുന്നത് നമുക്ക് ഇതൊരു കോർണർ യൂണിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓരോ മൊഡ്യൂൾസ് കോർണർ യൂണിറ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് മാജിക് കോർണർ ആണ്. ഇത് നമുക്ക് ഉള്ളിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കോർണർ യൂണിറ്റ് എക്സ്ക്രോസലാണ്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കസ്റ്റമർ വേണമെങ്കിൽ ഇതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നോർമൽ ഷെൽഫ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ നേരത്തെ നോക്കി വരും, ഇത് ഹാൻഡിൽ ലെസ് മോഡൽസ് ആയിട്ട് വരുന്നതാണ്. ഇത് കംപ്ലീറ്റ് ഹാൻഡിൽസ് ഇല്ലാതെ. ഇത് നമുക്ക് വരുന്ന ഒരു GTPD യൂണിറ്റ് ആണ്. അതായത് സിങ്കിന്റെ മുകളിൽ നമുക്ക് പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി താഴെ ഒരു സ്പേസ് ആണ് ഇതിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി വാഷ് ചെയ്ത പ്ലേറ്റ്സ് അപ്പം തന്നെ വെക്കാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന വെള്ളം മുഴുവൻ താഴെ വരുന്ന ഈ ട്രേയിൽ നമുക്ക് കളക്റ്റഡ് ആവും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് കഴുകിയാലും ഒരു പ്രശ്നവും വരില്ല. നമുക്ക് സ്റ്റീം വാഷ് ചെയ്തെടുക്കും ചെയ്യാം. പിന്നെ പാറ്റ, പല്ലി, ചിതൽ ഇതിൻ്റെ ശല്യം ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. ഈ മെയിൻ്റെനൻസ് ഈസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളൂ. പാൻട്രി യൂണിറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ അക്സറീസ് വേണമെങ്കിൽ ഇതേമാതിരി ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ഷെൽഫ് ആണെങ്കിൽ നോർമൽ ഷെൽഫ് ആയിട്ട് വരുന്നത് വേറൊരു മോഡലാണ്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർ ലിഫ്റ്റ് അപ്പ് ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് അപ്പ് ടൈപ്പ്, ഹൈഡ്രോളിക് ടൈപ്പ് വേണമെങ്കിൽ അതേമാതിരി നമുക്ക് ചെയ്യാം. യൂണിറ്റ് ആണ്. ഈ ഷട്ടേഴ്സ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ഇതേമാതിരി ചെയ്യാം. ഇത് PVC പോളിമർ മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഇതേമാതിരി കസ്റ്റമർക്ക് ഏതാ വേണ്ടത്, അവരുടെ റിക്വയർമെന്റ്സ് എങ്ങനെയാണ്, അതേമാതിരി നമുക്ക് അവരുടെ രീതിക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഡൈനിങ് സ്പേസിലും വാഷിംഗ് ഏരിയയിലൊക്കെ നമുക്ക് ഇതേമാതിരി വാനിറ്റി യൂണിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് വാനിറ്റി മിറർ യൂണിറ്റ്, നമുക്ക് ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഷെൽഫ് അവൈലബിൾ ആണ്, സ്ലൈഡിംഗ് ടൈപ്പ് ആണ് വാർഡ്രോബ്സ് വരുന്നത്. ഇതും അതുപോലെ തന്നെ കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഡ്രോസ്, ലോക്കേഴ്സ്, ഇനിയിപ്പോൾ പുൾ ഔട്ട് വേണമെങ്കിൽ അക്സറീസ് ഏതൊക്കെ വേണമെന്നനുസരിച്ച് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പിന്നെ സ്ലൈഡിംഗ് അല്ലാതെ നമുക്ക് നോർമൽ ടൈപ്പ് നമുക്ക് വാർഡ്രോബ്സ് വരുന്നുണ്ട്, ഈവൻ ഡോർ ടൈപ്പ് ആയിട്ട് വരുന്നത്. ഇതും ഇതേമാതിരി തന്നെയാണ്. നമുക്ക് ഓരോരോ യൂണിറ്റ്സ് ആണ്. കസ്റ്റമറിന് ഏത് വേണം അതനുസരിച്ച് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് അവരുടെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് കോട്ട്, അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. ഇത് നമ്മുടെ മാട്രസ് നമ്മുടെ തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പമ്പറ്റ്, അതുപോലെ തന്നെ മൊസ്കിറ്റോ നെറ്റ്. പിന്നെ നോർമൽ ആണെങ്കിൽ നോർമൽ ആയിട്ട് നമുക്ക് ചെയ്യാം. സാധാരണ ഒരു മോഡുലാർ കിച്ചണിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും നമുക്ക് ഈ ഒരു കിച്ചണിലും കൊണ്ടുവരാൻ പറ്റും കേട്ടോ. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് എല്ലാം നമുക്ക് ഇതിൽ കൊണ്ടുവരാം. ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസ്റ്റമറിന് നേരിട്ട് ഷോറൂമിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ വിദേശത്തുള്ളവർക്കും പ്രവാസികൾക്കൊക്കെ ഇവർ ഗൂഗിൾ മീറ്റാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു
മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഡിസൈനിങ്ങും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് ഇവരുടേതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അത് നല്ല യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനുള്ള മൊഡ്യൂൾസിലൊക്കെ ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒന്ന് റിവ്യൂ എടുത്തിട്ടുള്ള കസ്റ്റമർ ആണെങ്കിലും അവർ ഷോറൂമിൽ നേരിട്ട് വന്നിട്ട് പോലും ഇല്ല. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് കാണുന്നത്. അവർ നല്ല ഹാപ്പിയാണ്. ഇത് കാലിക്കറ്റുള്ള അഡ്വക്കേറ്റ് ജയരാജ് സാറിൻ്റെ വീട്ടിൽ വളരെ മനോഹരമായിട്ട് ബെത്ത് ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് സ്റ്റീൽ കിച്ചൺ ആണ്. ഈ ഒരു കിച്ചണിൻ്റെ ഒരു ചെറിയൊരു സ്പേസിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കിച്ചണാണ്. നല്ല ഭംഗിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളൂ. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ്നെസ് ഫീലിങ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ പാത്രമൊക്കെ കഴുകിയത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. അടിയിലൊരു ട്രേ കൂടെ നൽകിയിട്ടുണ്ട്. ഹാൻഡിൽ ടൈപ്പ് മോഡലാണ്. കട്ട്ലറി യൂണിറ്റ്സും പുൾ ഔട്ടും നൽകിയിട്ടുണ്ട്. ജയരാജ്. സർ, ഇപ്പോൾ സ്റ്റീൽ കിച്ചൺ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വരാനുള്ള കാരണം എന്താണ്? പ്രധാനമായിട്ടും പിന്നെ നമ്മളെ ഇതിന് മുമ്പേ ചെയ്തിരുന്ന അലുമിനിയം ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ സിങ്ക് ഒക്കെ ലീക്ക് വന്ന് ഇത് കംപ്ലീറ്റ് നമ്മളെ പ്രശ്നമായ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു യൂട്യൂബ് കണ്ടത്. മിസ്സിസാണ് യൂട്യൂബ് കണ്ടത്. അങ്ങനെ കണ്ട സമയത്താണ് ബെത്ത് ലിവിങ് കോഴിക്കോട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ അത് പ്രകാരമാണ് ഞങ്ങൾ ഓഫീസിൽ വന്നത്. സർ, ഇപ്പോൾ അതിന്റെ ഡിസൈനിങ് ആയിട്ട് ഇപ്പോൾ നമ്മൾ സർ സ്റ്റീൽ കിച്ചൺ ബെത്ത് ലിവിങ് എന്ന് പറയുന്ന ഇതിലേക്ക് നോക്കിയ സമയത്ത് സ്റ്റീൽ കിച്ചൺ ചെയ്യുമ്പോൾ അതിൽ ഡിസൈനിങ് ആയാലും അതിന്റെ കൊട്ടേഷൻ തന്നെ അത് അന്ന് കാണിച്ചു തന്നല്ലോ. ഓരോ റേറ്റ്സ് ഏത് രീതിയിലാണ് മാഡം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് ഡിസൈൻ ചെയ്തത്. മാഡം അത് എന്നിട്ട് പിന്നെ ഓപ്ഷൻസ് ചൂസ് ചെയ്തപ്പോൾ മാഡത്തിന് എത്ര ടൈം കൊണ്ട് ഡെലിവറി നമുക്ക് അവൈലബിൾ ആയി? അതായത് ഇൻസ്റ്റലേഷൻ ചെയ്ത അതായത് ഒരു മാസത്തെ ഞാൻ തന്നെയാണ് ഇത് പറഞ്ഞത്. ഒരു മാസത്തെ ഇത് കഴിഞ്ഞ ശേഷം മതി എന്ന് പറഞ്ഞത്. അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഫുൾ പേയ്മെന്റ് ആണ്. ഫുൾ പേയ്മെന്റിന്റെ പ്രശ്നമായിരുന്നില്ല. പകരം മറ്റേ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് റെഡി ആവണ്ടേ. അപ്പോൾ ഇത് പൊളിക്കാനും പിന്നെ പഴയത് ഞങ്ങൾ പിന്നെ ഡോറും കുറച്ച് എക്സ്റ്റൻഷൻ അങ്ങനത്തെ വർക്ക് കൂടി ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡിലേ വന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഡിസംബർ ലാസ്റ്റില് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കിലോടുകൂടി ചെയ്യാനുള്ള. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇൻസ്റ്റലേഷൻ ഒരാഴ്ച ഉണ്ടാവും. ഒരാഴ്ച. ഓവറോൾ സർവീസിനെ ഇപ്പൊ മാഡം വിചാരിച്ച രീതിയിൽ തന്നെ ഡിസൈനിങ് ടൈമിലും കൊട്ടേഷൻ ടൈമിലും മാഡം ഉദ്ദേശിച്ചൊരു കൺസെപ്റ്റിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞു. വേറെ ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ വന്ന് കണ്ടിരുന്നോ? അവരുടെ ആരും എത്തിയിട്ടില്ല. വന്നില്ല. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സെർച്ച് ചെയ്യും. ഇന്നലെയാണല്ലോ നമ്മളെ മറ്റേ അത് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ മാത്രമല്ല ഞങ്ങളെ പുറത്ത് കാര്യങ്ങളിലൊക്കെ ഒരുപാട് വർക്കും കാര്യങ്ങളും പെൻഡിങ് ഉണ്ടായിരുന്നു. അത് കാരണം ആരെയും വിളിച്ചില്ല. കഴിഞ്ഞ സെഷൻ എല്ലാം നമ്മുടെ ജയരാജ് സാർ ഓൾറെഡി ഇതിന് മുന്നേ റിനോവേഷൻ കിച്ചൺ ആണിത്. ഇതിന് മുന്നേ അലുമിനിയം ചെയ്തിട്ട് ഇതേമാതിരി ഹിഞ്ചസിന്റെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം റിനോവേഷൻ ചെയ്താണ്. അത് കുറച്ച് വെച്ച് കഴിഞ്ഞാലും കുറച്ചൊരു 6 months 1 year ടൈം ഫ്രെയിമിൽ ഓൾറെഡി പ്രോബ്ലംസ് വന്നതിന് ശേഷമാണ് ഇത് റിനോവേറ്റ് ചെയ്തത്. എന്തായാലും താങ്ക്സ് അലോട്ട് നമ്മുടെ ഇത്ര നേരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. ഇത് കാലിക്കറ്റുള്ള ആഷിഷ് സാറിൻ്റെ വീട്ടിൽ ബെത്ത് ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള കിച്ചണാണ്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കട്ട്ലറി യൂണിറ്റ്സ് പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ട്രേ, പിന്നെ ടാൻഡം ബോക്സ്, പുൾ ഔട്ടൊക്കെ ഈ ഒരു കിച്ചണിലും നൽകിയിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റിന് മുകളിലായിട്ട് നൽകിയിട്ടുള്ളതാണ് സോഫ്റ്റ് ക്ലോസ് ആണ്. ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. അതൊരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആഷിഷ് സാറിന്റെ വീട്ടിലാണ്. അപ്പോ നമ്മുടെ ബെത്ത് ലിവിങ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് സാർ പറയാനുള്ളത് നമുക്ക് നേരിട്ട് ചോദിക്കാം. സാർ, ഇപ്പോൾ നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് കിച്ചൺ എന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പോൾ ഈ സ്റ്റീൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കാരണം
ഞാനിപ്പം വീട് എടുത്തിട്ട് ഏകദേശം 8 മാസമായി. അപ്പം എല്ലാ കാര്യത്തിനെ പറ്റി അന്വേഷിക്കുന്ന പോലെ കിച്ചൺ ഒരു വലിയൊരു നമ്മളൊരു പ്രധാനപ്പെട്ട പ്രയോറിറ്റി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ധാരാളം അന്വേഷിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള കിച്ചനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പ്ലൈവുഡ് ആണെങ്കിലും ധാരാളം വീഡിയോസ് കണ്ടു. അങ്ങനെ എന്താണ് ഒരു ഓപ്ഷൻ നോക്കി നിന്നാണ് ബെത്ലിവിന്റെ വീഡിയോ കണ്ടത്. യൂട്യൂബ് വീഡിയോ കണ്ടു, ഓട്ടോമാറ്റിക്കായിട്ട് അതിനെപ്പറ്റി കുറേ വീഡിയോസ് കണ്ടു. അതിനിടക്ക് എൻ്റെ ഒരു കൊളീഗ്, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ജിജി എൻ്റെ ഫ്രണ്ടാണ്, അവർ വീട്ടിൽ ഇതാണ് ചെയ്തതെന്ന് അറിഞ്ഞു. അങ്ങനെ അതിലേക്ക് പോയി കാണാൻ പറ്റും. അങ്ങനെ അതിനുശേഷം ഓഫീസിലെത്തി അങ്ങനെ തീരുമാനമെടുത്തു. ഞാൻ ശരിക്കും ബെത്ലിവിങ് ഈ സ്റ്റീൽ കിച്ചണിലൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ പണ്ടത്തെ വീട്ടിൽ, നമ്മുടെ ഫ്ലാറ്റിലാണെങ്കിലും പണ്ടുണ്ടായ വീട്ടിലാണെങ്കിലും ഉണ്ടായ അനുഭവങ്ങൾ തന്നെയാണ്. അത് എന്താ പറയാ, കുറച്ച് 3, 4, 5 കൊല്ലങ്ങൾ കഴിയുമ്പോൾ തന്നെ എല്ലാം ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ബെത്ലിവിന്റെ ഓഫീസിൽ പോയി സത്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പോയത്. അവിടെ ഈ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടോയെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ വന്ന സമയത്ത് നിങ്ങൾ അവിടെ എക്സിക്യൂട്ടീവ് അശ്വതി എന്നാണ് പേര്, അശ്വതി, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടെ തന്നെ ഞങ്ങൾ ഡിസൈൻ ചെയ്തു. നമ്മളെ എല്ലാ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വരാൻ പോകുന്ന കിച്ചന്റെ ഫോക്കസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാനും പറ്റും. പിന്നെ അത് കഴിഞ്ഞ കൊട്ടേഷൻ തന്നിട്ടുള്ള അതിനുശേഷം പ്രൊഡക്റ്റ് വരുന്നതിന് ഓർഡർ പ്ലേസ് ചെയ്തതിനു ശേഷം പ്രൊഡക്റ്റ് വരുന്നതിന്റെ ടൈം ഫ്രെയിം അതിനെ പറ്റി നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രൊഡക്റ്റ് നമ്മൾ കുറച്ച് ഹൗസ് വാമിംഗ് ആവാനായി വളരെ ഒരു ചെറിയൊരു ടൈമിലാണ് നമ്മളിത് ഫിക്സ് ചെയ്തത്. പക്ഷെ എന്നിട്ട് പോലും വളരെ കൃത്യസമയത്താണ് നിങ്ങളെ ഓഫീസിൽ പറഞ്ഞ സമയത്താണ് എനിക്ക് ഡെലിവറി കിട്ടി. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ എന്താ പ്രോഡക്ട്സ് കണ്ടിട്ട് എന്തെങ്കിലും അറിയുമ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ സ്റ്റീലാകുമ്പോൾ നമുക്ക് കുറച്ച് റഫ് യൂസ് ചെയ്യാന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇല്ല. അതെ, ഒരു സ്മെല്ല്, അങ്ങനത്തെ ബാഡ് സ്മെല്ലൊക്കെ കുറെ അടച്ചിട്ടാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇതിൽ കണ്ടിട്ടില്ല. പിന്നെ നല്ലതാണ് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് റഫ് യൂസ് ഉള്ള ആളാണ്. അപ്പോൾ വെള്ളം തട്ടുമ്പോൾ നമുക്ക് സാധാരണ ടെൻഷനാണ്, വെള്ളം തട്ടുമ്പോൾ അത് കേടാവും. അതിപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹാപ്പിയാണ്. കിച്ചണിൽ നല്ല ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ വൺസ് ഉണ്ടാക്കുള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ വീട് ഉണ്ടാക്കും. അത് അതെ, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നെ സംബന്ധിച്ച് മെയിൻ്റനൻസ് ഏറ്റവും കൂടുതൽ തീരെ ഉണ്ടാവരുത്. ഇപ്പോൾ 8 മാസം കഴിഞ്ഞ് പറയുകയാണെങ്കിൽ സർവീസ് വൈസ് 1-2 ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സർവീസ് വളരെ ഫാസ്റ്റ് ആയിട്ട് അവർ ചെയ്തു വന്നിട്ടുണ്ട്. തീർച്ചയായും വളരെ ഫാസ്റ്റ് ആയിട്ട്. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. 10-15 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വരും എന്നുള്ളൊരു സമാധാനമുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ മറ്റുള്ള സർവീസിലാണെങ്കിൽ എനിക്ക് ഡിലേ വരാറുണ്ട്, വേറെയും പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ 15 കൊല്ലം ഒന്നും നോക്കണ്ട എന്നുള്ളത് വലിയൊരു സമാധാനമുള്ള കാര്യമാണ്. അത് താങ്ക് യു അശോക് സർ, ഇത്ര നേരം നമ്മുടെ എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞതിൽ വളരെ താങ്ക്സ്. ഇത് പ്രവീൺ സാറിൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കിച്ചണാണ്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2.5 വർഷമായിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ചെയ്തിട്ട്. ഇത് ബെത്ലിവിങ് നമ്മുടെ ഒരു പ്രവീൺ സാറാണ്. നമ്മുടെ ഒരു 2-2.5 വർഷമായിട്ട് നമ്മുടെ കിച്ചൺ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്താണ് സാർ പറയാനുള്ളത് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സാർ ഇപ്പോൾ നമ്മളിപ്പോൾ കിച്ചൺ ഓട്ടോറിക്ഷം എടുക്കുന്ന സമയത്ത് കിച്ചൺ സ്റ്റീലിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് വരാൻ കാരണം എന്താണ്? അത് ഞാൻ പല കാര്യങ്ങളും അന്വേഷിച്ചു, യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പം ബാക്കി സ്റ്റീൽ അല്ലാത്ത ബാക്കിയുള്ളതിനൊക്കെ ഒരുപാട് പോരായ്മകൾ മനസ്സിലായി എനിക്ക്. അപ്പം സ്റ്റീലിലാവുമ്പോൾ കുറെ ചെതല് പിടിക്കില്ല, പിന്നെ പല്ലി, പാറ്റ അങ്ങനെയൊക്കെ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഇത് എവിടെ കിട്ടുന്ന അന്വേഷിച്ച് അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബെത്ലിവിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായത്, കമ്പനി ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പം അന്ന് കോഴിക്കോട് ഇല്ല, ബെത്ലിവിങ് ഇല്ല. അപ്പൊ ഞാൻ എറണാകുളത്തെ അവരുടെ കൊച്ചിയിലുള്ള നമ്പർ സംഘടിപ്പിച്ച് അവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് സാർ എടുക്കുന്ന സമയത്ത് കൊറോണയുടെ ആ ഒരു സമയത്തായിരുന്നു. അപ്പൊ സാർ ഇപ്പൊ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ത്രൂ ആണല്ലോ ഡിസൈനിങ് കാര്യങ്ങൾ അങ്ങനത്തെ. അപ്പൊ അതിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഡിസൈനിങ് ആയാലും അപ്പൊ അങ്ങനെ സോഫ്റ്റ്വെയറിൽ ഡിസൈനിങ് ചെയ്യുന്നപ്പോ സാറിന് ഉദ്ദേശിച്ച ഒരു കൺസെപ്റ്റില് കിച്ചൺ മാതൃകയിൽ ചെയ്യാനും കൊട്ടേഷൻ അതൊക്കെ സാറിന് അവൈലബിൾ ആയിരുന്നു? അതെ, അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഓൺലൈൻ ആയിട്ടായിരുന്നു അവരുടെയായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പം അവർ ആദ്യം ഇവിടെ ഒരാൾ വന്നിട്ട് ഒന്ന് ജസ്റ്റ് മെഷർമെന്റ് എടുത്തിരുന്നു. എന്നിട്ട് പിന്നെ ഓൺലൈൻ ആയിട്ടായിരുന്നു മീറ്റിംഗും ഡിസ്കഷനും ഒക്കെ.
അപ്പൊ എന്റെ കൺസെപ്റ്റ് അനുസരിച്ച് തന്നെ അവരത് ഓൺലൈൻ ഡ്രോയിങ് എനിക്ക് തന്നു. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ഇതില് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ കൂടി നമുക്ക് സോഫ്റ്റ്വെയർ ത്രൂ അത് ഡിസൈനിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണോ നമുക്ക് അറിയാനുമുള്ള ഒരു കൂടെ കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് തോന്നിയത്. അതെ അതെ, കൺവീനിയന്റ് ആയിട്ട് തോന്നി ആ സമയത്ത്. കുറെ കഴിഞ്ഞ് ഇവിടെ വന്നവര് കണ്ടാൽ തന്നെ ആകെ മാറിപ്പോയി എന്നറിയാം. എന്തോ ഒരു മാറ്റം, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ ഈ ഇത് എടുത്തിട്ട് സ്റ്റാറ്റസ് ഇപ്പൊ ഇതിലെ കൂടുതൽ മാഡത്തിനോടാണ് ചോദിക്കുന്നത്. മാഡത്തിനെ അതായത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരാളാവുമ്പോൾ മാഡത്തിന് എങ്ങനെയാണ് ഇപ്പൊ യൂസ് ചെയ്തിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ മാഡത്തിന് എന്താ പറയാനുള്ളത്? അല്ല, നല്ലതാണ്, എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം ഞങ്ങൾ അതിന്റെ കൂടെ ചെയ്തിരുന്നു, പ്ലൈവുഡ് ചെയ്തിരുന്നു, അതെല്ലാം നാശമായിട്ടുണ്ട്. പിറകില് ഞങ്ങൾ പ്ലൈവുഡ് ചെയ്തത് ഒക്കെ അവിടെ അതേപോലെ ഓരോന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് പോകുന്നില്ല, പിന്നെ അത് അതേപടി അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കുറച്ച് കളയും. പക്ഷെ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായി ക്ലീൻ ചെയ്യാൻ നന്നായിട്ട് വൃത്തിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ കൂറ വല്ലി അങ്ങനത്തെ ഒന്നുമില്ല. ഇതിൽ ചെയ്തവര് പറയുന്നുണ്ട് അങ്ങനെ കൂറയുടെയും വല്ലിയുടെ ഒക്കെ ശല്യം. ഇവിടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പ്രശ്നമുണ്ട്. ചൂടുവെള്ളത്തിൽ വരെ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അതാണ് നനച്ച് തുടയ്ക്കാൻ കാര്യമായിട്ടുള്ള വാഷിംഗ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ മഞ്ഞപ്പൊടിയുടെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തുണി നനച്ച് തുടയ്ക്കാറുണ്ട്. അപ്പൊ അത് പോവാറുണ്ട്. പിന്നെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ സർവീസ് എങ്ങനെയാണ്? നല്ല അഭിപ്രായമാണ്. കാരണം എന്നെ അവിടുന്ന് സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പൊ അതൊക്കെ തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കണ്ടിട്ട് നല്ല അഭിപ്രായം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. റിലേറ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് അവരുടെ വീട്ടിൽ ചെയ്യുകയും ചെയ്തു ഇത് കണ്ടിട്ട്. ഇവിടെ തന്നെ അടുത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് 2.5 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കാണാതെ ജസ്റ്റ് വീഡിയോ മാത്രം കണ്ട് അവരുടെ ഓൺലൈൻ ആയിട്ടുള്ള അവരുടെ ഡിസൈനും ഒക്കെ കണ്ട് അങ്ങനെ ഓർഡർ ചെയ്താണ്. ഞാൻ എവിടെയും പോയി കണ്ടിട്ടില്ല. തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. ഞങ്ങൾക്ക് ഇതില് അത് റോൾ ഉണ്ടായിരുന്നില്ല. ഏതായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു.